ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ. ഈസി മാത്സിന്റെ 21ാമത്തെ വീഡിയോ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്: എ മാൻ ബൈസ് സൈക്കിൾസ് ഫോർ Rs 1400 ആൻഡ് സെൽ ഇറ്റ് ഫോർ എ ലോസ് ഓഫ് 15% ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ സാധാരണയായിട്ട് നമുക്ക് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇതിനായിട്ട് കുട്ടികൾ അനേകം ഇക്വേഷൻസ് പഠിച്ചു വെക്കും. അപ്പോൾ ഇതിനായിട്ട് ഇക്വേഷൻസ് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. നമുക്കിപ്പോൾ ഒരു വസ്തു വാങ്ങിയ വിലയും അതുപോലെ നമുക്കത് വിറ്റ സമയത്ത് കിട്ടിയ ലാഭത്തിൻ്റെ അല്ലെ നഷ്ടത്തിൻ്റെ ശതമാനം ഉണ്ടെങ്കിൽ വിറ്റ വില കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇപ്പം ഈ ഒരു രീതിയിൽ ഓർത്തിരിക്കുക. ഒരു 1000 രൂപയ്ക്ക് മേടിക്കുന്ന വസ്തു 10% ലാഭത്തിൽ വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ 100ൽ നിന്നും കൂട്ടുക. 110 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഉത്തരമായി. ഇനി 10% നഷ്ടത്തിലാണോ അത് വിറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഇൻറ്റു 90 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ഉത്തരമായി. വാങ്ങിയ വില തന്നിട്ടുണ്ട്, പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, എങ്കിൽ വിറ്റ വില കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: എ മാൻ ബൈ സൈക്കിൾ ഫോർ Rs 1400. 1400 രൂപയ്ക്ക് മേടിക്കുന്ന സൈക്കിള് ഇദ്ദേഹം വിറ്റ സമയത്ത് ഇദ്ദേഹത്തിന് 15% നഷ്ടമാണ് വന്നത്. 15% നഷ്ടം എന്ന് പറയുമ്പോൾ 100ൽ നിന്നും കുറയ്ക്കുക. അതായത് 85 വരും. ഇൻറ്റു അല്ല, ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ എങ്ങനെ വരും? നമുക്ക് ഈ പൂജ്യവും തമ്മിൽ വെട്ടിക്കളയാം. അതുപോലെ രണ്ടാമത്തെ പൂജ്യം തമ്മിൽ വെട്ടിക്കളയാം. ശേഷം എന്താണ് വരുന്നത്? 14 ഇൻറ്റു 85. 14 ഇൻറ്റു 85 നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 1190 വരും. ഇത്രയേ ഉള്ളൂ. ഇനി ഇദ്ദേഹത്തിന് 15% ലാഭമായിരുന്നു കിട്ടിയതിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? 1400 ഇൻറ്റു 100 പ്ലസ് 15 എത്ര വരും? 115 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമായിരുന്നു. ഇദ്ദേഹത്തിന് 15% ലാഭമായിരുന്നു കിട്ടിയതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ഇത്രയേ ഉള്ളൂ ഈ രീതിയിൽ വരുന്ന ചോദ്യങ്ങൾ ചെയ്യാനായി. ഇനി രണ്ടാമതായി ഇതിൽ നിന്ന് ചോദ്യം വരിക, നമുക്ക് വിറ്റ വില തന്നിട്ടുണ്ടായിരിക്കും. അതായത് ഒരാളൊരു വസ്തു വിറ്റ സമയത്ത് ഇത്ര ശതമാനം ലാഭം കിട്ടി അല്ലെങ്കിൽ ഇത്ര ശതമാനം നഷ്ടം കിട്ടിയെങ്കിൽ അദ്ദേഹം വാങ്ങിയ വില എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറയും. അതായത് ഒരാൾ ഒരു വസ്തു 1000 രൂപയ്ക്ക് വിറ്റ സമയത്ത് 10% ലാഭം കിട്ടിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വാങ്ങിയ വില കണ്ടുപിടിക്കാനായി നമ്മുടെ ഇക്വേഷൻ ഒന്ന് തലതിരിച്ചിടുന്നു. നമ്മൾ നേരത്തെ എന്താണോ ചെയ്തത് അതിന് ജസ്റ്റ് ഒന്ന് തലതിരിച്ചിടുന്നു. 10% ലാഭം എന്ന് പറയുമ്പോൾ 100 ഡിവൈഡഡ് ബൈ 110 ചെയ്യും. 10% നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 100 ഡിവൈഡഡ് ബൈ 90 ചെയ്യും. 100ൽ നിന്ന് കുറയ്ക്കും. നഷ്ടം വരുമ്പോൾ 100ൽ നിന്നും കുറയ്ക്കും. പ്രോഫിറ്റ് വരുമ്പോൾ 100ൽ നിന്ന് നമ്മൾ കൂട്ടും. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: എ മാൻ സെൽ ആൻ ആർട്ടിക്കിൾ ഫോർ 3600 ആൻഡ് ഹി ഗോട്ട് എ പ്രോഫിറ്റ് ഓഫ് 20%. ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ്. അതായത് ഒരാളൊരു വസ്തു വിറ്റ സമയത്ത് അദ്ദേഹത്തിന് 3600 രൂപയ്ക്ക് അദ്ദേഹത്തിന് വിൽക്കാനായിട്ട് സാധിച്ചു. 3600 രൂപയ്ക്ക് അദ്ദേഹം വിറ്റ സമയത്ത് അദ്ദേഹത്തിന് എന്ത് കിട്ടി? 20% പ്രോഫിറ്റ് കിട്ടി. 20% പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയെങ്കിൽ വാങ്ങിയ വില കണ്ടുപിടിക്കുക. 20% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 100ൻ്റെ കൂടെ കൂട്ടണം. അപ്പോൾ എത്രയായി? 120 ഓക്കെ. 100 ഡിവൈഡഡ് ബൈ 120. ഇനി ഇത് 20% നഷ്ടമായത് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? 3600 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 80 ചെയ്യുമായിരുന്നു. നഷ്ടമായിരുന്നു എങ്കിൽ വാങ്ങിയ വില കണ്ടുപിടിക്കാനായി. അപ്പം നമുക്കിവിടെ എന്തൊക്കെയുണ്ട്? നമുക്ക് ഈ പൂജ്യവും കളയാം. 12 3 36. അതായത് നമുക്കിവിടെ 30 വരും. അതായത് 30 ഇൻറ്റു 100 വരും. 30 ഇൻറ്റു 100 എത്രയാണ്? 3000. അതായത് ഇദ്ദേഹം വാങ്ങിയ വില എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇദ്ദേഹം വാങ്ങിയ വില 3000 ആണ്. 3000 രൂപയ്ക്ക് ഇദ്ദേഹം വാങ്ങിയപ്പോൾ അദ്ദേഹം 20% ലാഭത്തിന് വിറ്റപ്പോഴാണ് അദ്ദേഹത്തിന് 3600 രൂപ കിട്ടിയത്. കറക്റ്റ് അല്ലേ? 3000ൻ്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 3000ൻ്റെ 10% എന്ന് പറയുന്നത് 300 ആണ്. 20% എന്ന് പറയുമ്പോൾ 600 ആണ്. 3000 പ്ലസ് 600 എത്രയായി? 3600 ആയി. കറക്റ്റ് ആണല്ലോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമതായി ഒരു ചോദ്യം കൂടെ നോക്കാം. നമ്മുടെ ചോദ്യം ഇതാണ്: എ മാൻ ഗെയിൻസ് 15% പ്രോഫിറ്റ് ബൈ സെല്ലിംഗ് എ കാൽക്കുലേറ്റർ ഫോർ സർട്ടൺ പ്രൈസ്. വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇഫ് ഹി ട്രിപ്പിൾസ് ദ പ്രൈസ്? അതായത് ഒരാൾ ഒരു പർട്ടിക്കുലർ വിലയ്ക്ക് ഒരു കാൽക്കുലേറ്റർ വിറ്റ സമയത്ത് അദ്ദേഹത്തിന് 15% ലാഭം കിട്ടി. അങ്ങനെയെങ്കിൽ അദ്ദേഹം വിറ്റ വില 3 ഇരട്ടിയാക്കുകയാണ്, ട്രിപ്പിൾസ് ചെയ്യുവാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ലാഭം എത്രയായിരിക്കും? അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയായിരിക്കും? അപ്പോൾ ഇങ്ങനെ തരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് അസ്യൂം ചെയ്യുക. നമ്മുടെ വില എന്ന് പറയുന്നത് ഇദ്ദേഹം
വാങ്ങിയ വില എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 15% പ്രോഫിറ്റിന് വിൽക്കുക എന്ന് പറയുന്നത് 115-ന് വിറ്റു. 100-ന് മേടിച്ചത് അദ്ദേഹം 115-ന് വിറ്റു. പിന്നെ എന്താണ് ചെയ്തത്? അപ്പോൾ ഇദ്ദേഹത്തിന് എത്ര കിട്ടി? 15% ലാഭം കിട്ടി. അങ്ങനെയെങ്കിൽ പിന്നെ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഓക്കെ, ട്രിപ്പിൾസ് ചെയ്തു. അദ്ദേഹം ഇതിൻ്റെ 3 മടങ്ങാക്കി പ്രൈസ്. അതായത് 115-ൻ്റെ 3 മടങ്ങാക്കി ഇദ്ദേഹം വിറ്റ വില എന്ന് പറയുന്നത്. 115-ൻ്റെ 3 എത്രയാണ്? 345 ആക്കി. അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? അദ്ദേഹം വാങ്ങിയ വില അപ്പോഴും 100 തന്നെയാണ്. വിറ്റ വില 345 ആണ്. അങ്ങനെയെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് 100-ൽ നിന്നും 345-ലേക്ക് എത്ര വ്യത്യാസമുണ്ട്? 245-ൻ്റെ വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് എന്ത് പറയാം? 100-ൽ നിന്നും എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ശതമാനത്തിൽ എടുക്കുന്നതെന്ന് പറയാം. നമുക്ക് എത്ര വന്നു? 245% വ്യത്യാസമാണ് വരിക ട്രിപ്പിൾസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതൊരു കാര്യം തരുമ്പോഴും വില സർട്ടനായിട്ട് അല്ലെങ്കിൽ ഒരു സർട്ടൻ പ്രൈസ് അങ്ങനെ ഇങ്ങനെയൊക്കെ തരുന്ന സമയത്ത് വില എപ്പോഴും 100 എടുക്കുക. 100 എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഡയറക്റ്റ് എന്താണ് വ്യത്യാസം വരുന്നത് അതിനെ നിങ്ങൾ പെർസെൻറ്റേജിൻ്റെ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരമായി. ഇത്രയും സിമ്പിളാണ് ഇതും ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളത് യാതൊരു ഹെസിറ്റേഷനും ഇല്ലാതെ എൻ്റെ അടുത്ത് പറയാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വരുന്നുണ്ടെങ്കിൽ എനിക്കും അത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.